ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് പ്ലസ് 2 പഠിച്ച സ്കൂളിലേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നത് സ്കോളർഷിപ്പ് ഒക്കെ എടുക്കാം, എന്തോ വായിക്കാനും കേട്ടു. അപ്പൊ നമ്മള് ഇവിടെ വന്നിരിക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാറട്ടം ബസ്സനടിക്ക് ഇടിത്താ ഗൈസ്. അവിടെ എത്ര പേര്, കൊറേ പേരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ചിരി വന്നിട്ട് പോയ എത്ര പേര് നിൽക്കണ. എടാ വീഡിയോ എടുക്കാൻ പന്നി. അതെ, എനിക്ക് ചെറിയൊരു നാണക്കേട് കാരണം ക്യാമറ ഞാൻ വിഷ്ണുവിനെ പകർത്തുന്നു. മതി മതി. ഇതിന്റെ പെയിന്റ് ഇപ്പൊ മാറി ടൈമിന്റെ കളർ ഉണ്ടാക്കി. പണ്ടത്തെ കളർ നീലും വെള്ളയോ. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കാറ്. വിഷ്ണുവിന്റെ കോഴിത്തരം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഈ മൂലയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ നോക്കും. ബയോളജി ക്ലാസ്. ഇത് ബയോളജി ക്ലാസ്. എനിക്ക് 2-3 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. പിന്നെ ഫുൾ സബ്സ്ക്രൈബ് നമ്മുടെ ഫുൾ സബ്സ്ക്രൈബേഴ്സിന് ഇത് കൊമേഴ്സ് ഷട്ടറാണ് കേട്ടോ. ഗവൺമെന്റ് സ്കൂളല്ലേ, കുഴപ്പമൊന്നുമില്ല. സെറ്റ് സ്ഥലമായിരുന്നു. അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് വന്നു. അടുത്ത +1 +2 നല്ല അടിപൊളി സ്കൂളാണ്. നല്ല നൊസ്റ്റാൾജി ഫീൽ ഉണ്ട്. ഇത് ഹ്യൂമാനിറ്റീസ്. ഫാനൊക്കെ ഇട്ട് പോയിട്ട് ഇനിയാണ് നമ്മുടെ കിങ്ങുകൾ രാജാക്കന്മാര് വാഴുന്ന സ്ഥലം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്. അവരെ കാട്ടിയിലാണ് ഗൈസ്. അപ്പുറത്തെ ചില സബ്സ്ക്രൈബേഴ്സ് നമ്മളെ നോക്കുന്നുണ്ട്, ഫാൻസ് നമ്മളെ തിരിച്ചറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്ഥലം ഗൈസ് നോക്ക്. ഇവിടെയാണ് വിഷ്ണു എന്നും തല്ലി മേടിച്ചേർന്നത്. ഇവിടെയാണ് വിഷ്ണു എന്നും തല്ലി മേടിച്ചേർന്നത്. ബെഞ്ചുകൾ കുറെ കൂടിയുണ്ട്. എന്റെ പ്ലേസ് എന്ന് പറയുന്നത് നടുവിലാണ്. കാരണം ബുദ്ധിജീവിയല്ല, ഉഴപ്പന്മാരും അല്ല. ഞങ്ങളിത് എവിടെ ഇരിക്കും. ദീപക് ഇത് 4 പേരുണ്ട്. അതാ അപ്പൊ തന്നെ കട്ട ചങ്സ് ആണ്. പിന്നെ ഉള്ളത് പിന്നെ അങ്ങനെ റൊട്ടേഷനാണ്. ഞങ്ങൾ ഫസ്റ്റ് ബെഞ്ചിൽ എത്തുമ്പോ എങ്ങാനും ചെറിയ ഗ്യാപ്പ് കിട്ടാണെങ്കിൽ ഞങ്ങൾ പിന്നെ പോകും. പിന്നെ മീൻസ് ഇവിടെ വന്നിരിക്കും. അപ്പൊ നമുക്ക് നമുക്ക് താഴേക്ക് പോയോ. അപ്പൊ ഗൈസ് അവിടെ എല്ലാരും നിൽക്കുന്നുണ്ട്. ഇതേവരത്തെ അടിയോടെ കൊടുക്കും. അപ്പൊ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ കണ്ടാ. ഇതൊക്കെ എന്ത് നോക്കിയേ, ക്ലൈമറ്റ് നോക്കിയ, മരങ്ങള് അല്ലേ, പവറില്ലേ. എന്ത് രസമാണ് അറിയാം അവിടെ. അവിടെ അത് കമ്പ്യൂട്ടർ ലാബ് അല്ലേ, അവിടെ കമ്പ്യൂട്ടർ ലാബ്. അതിനപ്പുറത്ത് വേറെ ക്ലാസ് അങ്ങോട്ട് പോവാം. നമ്മുടെ പൃഥ്വിയല്ലേ അവിടെ നിൽക്കണേ ഗൈസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് ആയിട്ട് തരും. ഞങ്ങളുടെ മിന്നൽ മുരളി സംഭവം ഇവിടെ ഞങ്ങളുടെ കോഡാണ്. പൈസ നമുക്ക് ആവശ്യമുള്ളത് പൈസ, കൂടുതലും ഉള്ളത് പൈസ, കൂടുതലുള്ളത് പൈസ. ഞങ്ങൾക്ക് പൈസ ആവശ്യമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിനാണ് വന്നത്. അടുത്തത് ഇവിടെ ഞങ്ങൾക്ക് 1 കൊല്ലം പഠിക്കാൻ പറ്റിയോളൂ. 2 കൊല്ലം പഠിച്ചു. ഇല്ല, നമ്മളെ എക്സാമിന് പിന്നെ സ്പെഷ്യൽ ക്ലാസ്സിൽ മാത്രമല്ല വന്നത്. +2 ലൈഫ് 3 മാസം പോയി. 3 മാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിട്ടുണ്ടായ അതിന്റെ ഇടയിൽ നമ്മൾ കുറെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം.
ഒരു 2 വീഡിയോ എടുത്തിട്ടുണ്ട്. ക്ലാസ് ഫോട്ടോ എടുത്തിട്ടില്ല, ടൂറ് പോയിട്ടില്ല. പിന്നെ എന്തിട്ടാണ് പിന്നെ കലോത്സവം ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരാറില്ല അങ്ങനത്തെ പരിപാടിക്കുന്നു. ഇവിടെ ബെഞ്ച് ഗേൾസിനുള്ളതാണ്. ഗേൾസ് മൊത്തം നമ്മള് 6 ആള് അല്ലെ, 6 ഗേൾസും ബാക്കി 50 ആമ്പിള്ളേരായിരുന്നു CS. പിന്നെ ടീച്ചർമാർ മറക്കാൻ പറ്റിയല്ലേ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതിൽ ലൈവ് ടീച്ചർ പോയി തോന്നുന്നുണ്ട്, മാത്സ് എടുക്കുന്നത്. ബാക്കി എല്ലാവരും കൂടി ഉണ്ട്. എനിക്ക് എല്ലാ ടീച്ചർമാരും ഉണ്ട്. നമുക്ക് ടീച്ചർമാരെ കാണാൻ പതിയെ. അതിന് മുമ്പ് എനിക്ക് രാജേഷ് മാഷിനൊക്കെ കാണുന്നുണ്ട്. ആളുടെ ഡാൻസ് ഉണ്ട്. ഡാൻസ് അതുകൂടെ കാണാൻ പണി വരും. രാജേഷ് മാഷിലും പവർ. രാജേഷ് മാഷി വീഡിയോ കാണുന്നില്ല, ഞങ്ങളൊന്നും പറയരുത്. NSS പോയിട്ട് അടിപൊളി നല്ല വൈബ് മാസം. കാരണം ഞങ്ങള് അത്ര നാട് ഭയങ്കര ചൂടന്റെ പോലെ നാട്. NSS ഫസ്റ്റത്തെ ഒരു 10 ദിവസം ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഞങ്ങളിവിടെ മാറ്റിയെടുത്തത്. പിന്നെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ജൂനിയേഴ്സ് കയറി ആളെ കൊണ്ടുപോകും. പിന്നെ ബോർഡിൽ ഞങ്ങളുടെ സൈനൊക്കെ അവിടെ ഉണ്ട്. CS 2019-21 ബാച്ചായിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ 2022 അല്ലേ, 22 അതല്ല ഡേറ്റ് കൊല്ലം 2022 അത് 2023 22 ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ദേവൻ കാണിച്ചു തരും. ഇപ്പൊ റിച്ചാർഡിനെ ഇടി പൊട്ടുന്നത് റെഡി. കലണ്ടർ എടുക്ക്. 2022 ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് 2023 അയ്യോ 2022 ഫോൺ നുണ പറയില്ല. അപ്പൊ മനസ്സിലായി എനിക്ക്. പക്ഷെ എനിക്ക് ഗൂഗിൾ ചലിച്ചു. ഗൂഗിൾ 23 പറഞ്ഞു. ഞാൻ അമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ പകുതി മുക്ക പോന്ന് വിചാരിച്ചാണ്. 2:45 വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ലാസ്റ്റത്തെ പീരീഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി. അമ്മേനെ വിളിക്കുന്ന റിച്ചാർഡ്. എന്നിട്ട് നോണ പറയില്ല. നോണല്ല സത്യം. ഞാൻ പോകണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോ അമ്മ അപ്പൊ അവിടെ പണി. അപ്പൊ ഞങ്ങൾ പിള്ളേരെ കാണിച്ചുതരാം. അതെ 3 ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. -1 നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബറാണ് ഗൈസ്. ഞങ്ങളിപ്പോ 4K കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതെന്തായാലും നടക്കില്ല ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളത്. ഇവനില്ല, ഇവനെ ട്രോളണം ഗൈസ്. ഇവനെ ട്രോളണം. എന്റെ പേര് ആള് പറഞ്ഞു കൊടുത്താറാ, പൈസ പറഞ്ഞു കൊടുത്താറാ.
ഞാൻ എന്റെ ഞങ്ങളുടെ പുതിയൊരു സബ്സ്ക്രൈബേഴ്സ് സിഗുണ്ടോ സാറേ സിഗുണ്ടോ സാറേ ഇതില് ഫുള്ള് ഉരുളില്ല കേട്ടോ മറ്റേ സാധനം ടൂ ടൂ പൈസ എന്റെ ഒന്നുമില്ല 60 ബസ്സിനൊന്ന് ഗൈസ് ഒരുത്തൻ കടയിൽ തന്നെ ഇറങ്ങി വന്നേക്കാണ് ഓ കണ്ണാപ്പി ഹായ് ഗൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പൈസ ഞങ്ങൾക്ക് ഏറെ കൂടുതലുള്ളതും പൈസ രമ്പരുണ്ടോ ഇല്ല ആരും എടുക്കണില്ല വില കുറവ് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് നമ്മുടെ CS ഇരുന്നിട്ട് നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അതൊക്കെ മതി അല്ല ഗൈസ് നിങ്ങൾക്ക് അത് കേട്ടാ പോലെ അൽക്കോഴി സൂവിലെ ഗൈഡറായിരുന്നു അവിടത്തെ അപ്പുറത്തെ ബോർഡ് നോക്കിട്ട് വായിച്ചു പഠിക്കുന്ന ആള് നിങ്ങൾ പോവാ എവിടേക്കാ ഓ പട്ടി ഇത് യൂട്യൂബറാ എനിക്കിന് ബൈക്കും എടുത്ത് പോൾ ഇന്ത്യൻ സൈക്കിൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവന്റെ ചോദിച്ചു ഗൈസ് നമുക്ക് ഇവന് വേണ്ടിട്ട് ചുരുളി കളിക്കാം ഓടാ അറിയോ ഇത് ഞങ്ങളുടെ പ്രേമയിലെ ടീച്ചർ ചേച്ചി എങ്ങനെയുണ്ട് സുഖല്ലേ യൂട്യൂബിലിടും യൂട്യൂബ് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കാണാറില്ലേ എവിടെ പിന്നെ ആരട്ടം ടം അഞ്ചരട്ടം ടം അവിടെ ഫുള്ള് ഇരുട്ടട ചക്കണ്ട ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചങ്കുകൾ അപ്പുറത്തേക്കുണ്ട് ഞാൻ അവരെ ഇഗ്നോർ ചെയ്ത് നിൽക്കാണ് നിങ്ങൾക്കറിയാം അതൊരു കണ്ടന്റ് ആണ് അപ്പൊ അവരോട് ഏറ്റവും അവസാനം പോയിട്ട് സംസാരിക്കലാണ് ഇന്നത്തെ ഒരു ഇത് ഗൈസ് നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് അറിയോ എന്റെ ചങ്സിന് ഞാൻ ഇപ്പൊ കാണാൻ പോയില്ല അതാണ് എന്റെ കണ്ടന്റ് ഓക്കെ ഇഗ്നോറിങ് മൈ ചങ്സ് ഫ്രം കുറച്ച് സം മിനിറ്റ് എടാ അതില നീ ഇപ്പൊ എന്ത് ചെയ്യണ അവിടെ പോയിട്ട് എന്തായി കൊറോണയിട്ട് ഇങ്ങോട്ട് പോന്ന നീ ഇന്ന് പഠിക്കുന്ന നിക്കടാ എനിക്ക് അവരെ കണ്ടെത്തരണോ അവരെ കാണാൻ പോണം ഡോ നല്ല ക്ലാറ്റിസ്റ്റ് ഇവിടെ ഒരു ബ്ലൂ പഠിച്ചാറാ വോളിബോളാന്ന് തോന്നുന്നുണ്ട് ഷട്ടിലല്ല എന്തായാലും ഞങ്ങളുടെ ഫുട്ബോള് വെക്കണ ഗ്രൗണ്ടിലാണ് ഇവര് അറ്റത്തൊരു സ്ഥലം കണ്ട അവിടെയാണ് ഞങ്ങള് നഴ്സറി പിള്ളേരൊക്കെ ഉണ്ടാവാറ് ഞങ്ങളുടെ അപ്പൊ ഫുട്ബോൾ കളിക്കാൻ വരും പിള്ളേര് അത് വൈബായിരുന്നു നമ്മുടെ കണ്ടന്റ് അവർക്ക് മനസ്സിലായി തോന്നുന്നു ഒരു നഴ്സറി കൂടി വരില്ല അതാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പൊ അവര് ഇഗ്നോർ ചെയ്യലാണ് നമ്മളിപ്പോ അവരോട് മൈൻഡ് കണ്ടിരിക്കുക അപ്പൊ ഒരു റിയാക്ഷൻ നോക്കാം അല്ല ഓക്കെ അല്ല എനിക്ക് കൂടുതൽ ആരെയും പിടിച്ചേക്കാൻ പറ്റില്ല കാരണം അത്രയും ചങ്കാണ് അല്ലെങ്കിൽ വേണ്ടല്ലേ കണ്ടറിയാം നമുക്ക് ഗൈസ് അവളെന്നെ ചീറ്റ് ചെയ്തു ഗൈസ് അവളെ ശരിക്കും യഥാർത്ഥ ചങ്കല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി കഥാനായകൻ ഇതാ കഥയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വിദൂരതയിൽ നിന്നും ഒരു ആൽഫി വെണ്ണാട്ട് പറമ്പി എനിക്ക് മറ്റേ പാട്ടുണ്ടോ പോടാ പോയി വല്ല കൊച്ചു ടിവിയിൽ ഡോറയ്ക്ക് മേപ്പർ കൊടുക്കറ അവര് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പോയിരിക്കുന്നു നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് കയറി പോയി ഞാനിവിടെ ചുരുളി കളിക്കാൻ പോകും ഗൈസ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഇഗ്നോർ ചെയ്യും നമ്മുടെ കണ്ടന്റ് അതാണ് കേട്ടോ അധികം മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക അവര് വേണമെങ്കിൽ വന്നുകൂടെ വന്ന് മിണ്ടട്ടെ ഓക്കെ ഗൈസ് യൂട്യൂബിലിടുള്ളൂ അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങള് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിക്കര ടു നന്ദിക്കര സെന്റർ അപ്പൊ ഈ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് അവസാനിപ്പിക്കുന്നു അവിടെ പോയതൊക്കെ
അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പരിപാടികളതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നന്ദിക്കര സെൻറ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടായി കാര്യങ്ങളൊക്കെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് നല്ല വൈബായിരുന്നു. ഫ്രണ്ട്സിനെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, കുറച്ച് ടീച്ചർമാരെ കണ്ടു, പിന്നെ കുറെ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അവരോട് കുറെയൊക്കെ സംസാരിച്ച കുറച്ച് വീഡിയോസ് ഒക്കെ പോയി. വീഡിയോ ഒന്നും എടുത്തില്ലേ? അധികം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. കുറച്ച് ലെങ്ത് കുറയും. 5 മിനിറ്റ് ഒക്കെ ഞങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അതൊക്കെ ഒന്നും ഓർമ്മ വരുന്നില്ല. കുറെ ഓർമ്മകളുണ്ട് നന്ദിക്കര സെന്ററിനെ കുറിച്ചും ഈ വഴികളെ കുറിച്ചും. നല്ല രസമുള്ള ഓർമ്മകളുണ്ട്. അപ്പൊ അതൊക്കെ ഇനി വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഒരു 2 മാസം കഴിയുമ്പോ വീണ്ടും റീയൂണിയൻ ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഈ സ്കൂളിനെ കുറിച്ച്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത പുതിയ കണ്ടന്റുമായി കാണുന്നവരേക്കും ബൈ.